അനുരാജ്, മിഷൻ വിഷൻ റൗണ്ട് ആണ്. അതെ, അറിയാമല്ലോ. ഒരു മിനിറ്റിൽ ഒരു വിഷയം തരുന്നതിനെ കുറിച്ച് മാക്സിമം എത്ര പോയിന്റ്സ് എത്തിക്കാൻ പറ്റുമോ അത് മനസ്സിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ ജഡ്ജസിലേക്ക് പോവാം. മുഹമ്മദ് ഹനീഷ് സർ. അനുരാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ചുവടൊപ്പിച്ചുകൊണ്ട് തന്നെ ഒരു വിഷയം നൽകാൻ പോവുകയാണ്. ഒരു നിമിഷം നേരം സംസാരിക്കാനായിട്ട്. ഈ ഭരണകൂടങ്ങളെ വല്ലാതെ അങ്ങ് ആശ്രയിക്കാതെ സ്വമേധയാ നിൽക്കുന്ന ഒരു മനുഷ്യന് വേണ്ടുന്ന ആവശ്യം ഒരു ഗുണമുണ്ട്, സ്വാശ്രയത്വം ആണല്ലോ. അതെ, സ്വാശ്രയത്വം എന്ന വിഷയത്തെപ്പറ്റി ഒരു നിമിഷം നേരം സംസാരിക്കുക. സാധാരണ പൊതുപ്രവർത്തകരായാലും സാധാരണക്കാരിലായാലും കാണാൻ ഇല്ലാത്ത ഒരു കാര്യമാണ് സ്വാശ്രയത്വം. സ്വാശ്രയത്വം എന്നുള്ളത് സ്വന്തമായി ആർജിച്ചെടുക്കേണ്ട ഒന്നാണ്. നമ്മളെ പ്രവർത്തനം മൂലം വ്യക്തിയായാലും സമൂഹമായാലും സ്വാശ്രയത്വം എന്ന് പറയുന്നത് ഉണ്ടാകേണ്ട ഒരു ഘടകം തന്നെയാണ്. ഉണ്ടായെങ്കിൽ മാത്രമേ മാറ്റങ്ങൾക്കും സാമൂഹ്യപരമായ മാറ്റങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉതകുകയുള്ളൂ. സ്വാശ്രയത്തിലൂന്നിയാണ് നമ്മുടെ നാടുകളും വ്യക്തികളും സമൂഹവും ഒക്കെ നന്നാകേണ്ടിയിരിക്കുന്നത്. അത് സ്വാശ്രയത്വം എന്നുള്ളത് വ്യക്തി നന്നാകണം, സമൂഹം നന്നാവണം. അത് സ്വാശ്രയത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം. സ്വാശ്രയത്വം എന്നുള്ളത് നമ്മുടെ ആത്യന്തികമായ വ്യക്തിത്വത്തെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. സ്വാശ്രയത്വം എന്നുള്ളത് വികസനത്തിന് കൂടി വികസന കാഴ്ചപ്പാടിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. സ്വാശ്രയത്വം എന്ന് 10 വട്ടം പറഞ്ഞാൽ അത് സ്വാശ്രയത്വം ആവില്ല, പരാശ്രയത്വമേ ആവുള്ളൂ. നമ്മൾ വാസ്തവത്തിൽ ഗ്രാമസ്വരാജിനെ പറ്റി എന്തേ ഓർത്തില്ല? ഗാന്ധിജിയുടെ ചിന്തകളെപ്പറ്റി ഒരു ചെറിയൊരു സ്പർശം ഉണ്ടെങ്കിൽ തന്നെ 1000 ആശയങ്ങൾ വിടർന്നു വരുമായിരുന്നു. പിന്നെ കൂടാതെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഒരു ഗ്രാമത്തിൽ ജനപദത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെപ്പറ്റി കൊച്ചു കൊച്ചു കാര്യങ്ങളിങ്ങനെ പറയാമായിരുന്നു. അതെന്തോ പെട്ടെന്ന് അല്ലേ, ടെൻഷനായി പോയി അല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് പറയുമ്പോൾ പറയാൻ സാധിക്കില്ല. എങ്കിലും ഇഷ്ടപ്പെട്ട വിഷയമായതുകൊണ്ടാണ് നൽകിയത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ചർച്ച ചെയ്തപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ ഇത് അനുരാജിൻ്റെ ദിവസമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് 10-ൽ 4 മാർക്ക് നൽകിയിരിക്കുന്നു. എഴുത്ത് ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യമാണെന്ന് പറഞ്ഞു. വായന തീരെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. നമുക്ക് കാരണം ഞാൻ സംസാരിച്ചത് കാരണം നമ്മുടെ വിഷൻ നമുക്ക് മുന്നിൽ തന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു മനുഷ്യന് ഗാന്ധിജിയെ മറന്നുകൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല സർ. അപ്പം വളരെ കൃത്യമായ വായന ഉണ്ടാവുമെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഏത് വിഷയത്തെക്കുറിച്ചും പറയാൻ പറ്റുന്ന ഒരു ധൈര്യം നമുക്കുണ്ടാവും, ആത്മവിശ്വാസവും ഉണ്ടാവും. വായന നിർബന്ധമാണ്, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. താങ്ക് യു സർ. അനുരാജ്, അപ്പോൾ ടാസ്ക് റൗണ്ടിൽ 86ഉം മിഷൻ വിഷനിൽ 4 മാർക്സ്, അങ്ങനെ 90 മാർക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മിഷൻ വിഷൻ റൗണ്ടിൽ ഇങ്ങനെ ഒരു പാളിച്ച വരാതെ വായന കൂടെ കൂട്ടിയിട്ട് കൂടുതൽ മുന്നോട്ട് വരാൻ ശ്രമിക്കണം. ഇനി അങ്ങോട്ട് ഭാഗ്യം തുണയ്ക്കട്ടെ, ഒപ്പം നമ്മുടെ ശ്രമവും കൂടെ ഉണ്ടാവണം. ഓക്കെ, അഭിനന്ദനങ്ങൾ. ഒഡീസിയ യുവതാരം പവർഡ് ബൈ മിന TMT 500Dയുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. സമൂഹ പുരോഗതിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലൂടെ ആ ലക്ഷ്യം പ്രാപ്തിയിലെത്തുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം വിടവാങ്ങുകയാണ്. മറ്റൊരു അധ്യായത്തിലൂടെ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. വളരെ വളരെ കടുപ്പമേറിയ ഒരു ദൗത്യമാണ് നിർവഹിച്ചത്. വൈഷമ്യം നിറഞ്ഞൊരു ദൗത്യം ഏറ്റെടുത്ത് നന്നായി നടത്തിയതിന് ആദ്യമായിട്ട് അനുമോദനങ്ങൾ. ഈ ഇഷ്യൂസിൽ ഇടപെടാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിനാണ് ആദ്യത്തെ അനുമോദനം. ഷാൻഡു, പ്രണയമുണ്ടോ? എനിക്ക് എൻ്റെ കോളേജിലുള്ള ഒരാൾ. ചിലപ്പോൾ കേൾക്കുമ്പോൾ പ്രാന്താന്ന് വിചാരിക്കാം, എന്നാലും
ആകെ